കത്തി മുറിച്ചാക്കാനായിട്ട് കോയിനെ മുറിച്ചാൻ പോവാന്ന് വിചാരിച്ചിട്ടാ. പണിയും കഴിഞ്ഞ് റൂമിൽ വന്നപ്പോൾ നല്ല ബെസ്റ്റ്. ആ ബെസ്റ്റ്മാരാണ് പെട്ടെന്ന് എന്തുണ്ടാക്കാൻ വിചാരിച്ചപ്പോഴാണ് മത്തനെ കണ്ടത് പീടിയിട്ട്. ആ മത്തൻ എന്ത് ചെയ്ത് ഒരു കഷ്ണം വാങ്ങിയിട്ട് അതിൻ്റെ പകുതിയാക്കി. പകുതി പിന്നെ ഉണ്ടാക്കാം, പകുതി ഇന്നൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ആ മുറിച്ചെടുത്ത കഷ്ണം ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് തോലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി. ഇതൊന്നും നാട്ടിൽ നിന്ന് പഠിച്ച് വന്നൊന്നുമില്ല കേട്ടോ, ഞാൻ ഇവിടെ ദുബായിൽ വന്നിട്ട് പഠിച്ചതാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പീസ് എന്ത് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ഇപ്പിടുന്നുള്ളൂ. അത് രണ്ടും ഇട്ട് കുക്കറിൽ അടച്ച് വെക്കുക. അത് 2-3 വിസിലടിക്കുമ്പോഴേക്കും നമുക്ക് അതിക്കൊരു ചെറിയ ചേരുവ ഉണ്ടാക്കണം. ഒരു 8 പിടി തേങ്ങ എടുത്ത് അതിൽ കുറച്ച് പെരിയ ജീരകം എടുക്കുക. പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക്, ഞാൻ ഇവിടെ 3 പച്ചമുളക് എടുത്തത്. എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ചതക്കുക. മിക്സിയിലിട്ട് അരക്കുന്നതിനൊക്കെ അങ്ങനെ ചെയ്യാം. അപ്പം മൊത്തം വെന്ത് കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫാക്കിയിട്ട് അത് ഉടച്ചെടുത്തിട്ട് നമ്മൾ ആദ്യം ആ ചേരുവ ഇതിലിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് മിക്സ് ആക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വറവിടണം. അപ്പോൾ വറവിടാൻ വേണ്ടി ഞാൻ ചട്ടി എടുത്ത് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും പൊട്ടിച്ച് കറിവേപ്പിലയും പൊട്ടിച്ച് എന്നിട്ട് അത് നേരെ എന്ത് ചെയ്ത് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ശേഷം നമുക്കൊന്ന് കുറച്ച് അടച്ച് വെക്കാം. അപ്പം നമ്മളെ മത്തൻ കറി സെറ്റായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ എന്തെങ്കിലും പപ്പടം അങ്ങോട്ട് പൊരിച്ച് ഒരു പ്ലേറ്റ് ചോറ് തിന്നണം. ഞാനെന്ത് ഇന്ന് 1.5 പ്ലേറ്റ് ചോറ് നിന്നിക്കണ്. അത്രയും ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.